നാട് മുഴുവൻ കോവിഡ് ഭീതിയിലായിരുന്ന സമയത്ത് തിരുവനന്തപുരം നഗരം ഞെട്ടിത്തെറിച്ചുപോയ ക്രൂര കൊലപാതകം 2022 ഫെബ്രുവരി 6. ഭർത്താവ് മരണപ്പെട്ടതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വിനീത അമ്പലമുക്കിലെ ചെടി വ്യാപാര കേന്ദ്രത്തിൽ ജോലിക്കെത്തി. 6 മാസം തികയും മുൻപ് വിനീതയുടെ കൊലപാതക വാർത്ത പുറത്തെത്തി. കൊടും കുറ്റവാളി തമിഴ്നാട്ടിൽ കൂട്ടക്കുരുതി നടത്തി ജാമ്യത്തിലിറങ്ങി കേരളത്തിലേക്ക് മുങ്ങിയ രാജേന്ദ്രൻ സ്വർണം കൈക്കലാക്കാൻ കൊന്നുകളഞ്ഞ ക്രൂരതയ്ക്ക് നീതിപീഠം വിധിയെഴുതുകയാണ്. അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ വിധി ഈ മാസം 10. കേസിൽ അന്തിമവാദം പൂർത്തിയായി. തിരുവനന്തപുരം നഗരത്തെ ആശങ്കയിലാഴ്ത്തിയ വിനീത കൊലക്കേസിലാണ് കോടതി വിധി പറയാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ മാസം 10 തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി പ്രസൂൺ മോഹനാണ് വിധി പറയുന്നത്. കേസിൽ ഇന്ന് അന്തിമവാദം പൂർത്തിയായി. തമിഴ്നാട് സ്വദേശി രാജേന്ദ്രനാണ് കേസിലെ ഏകപ്രതി. ദൃക്സാക്ഷികളില്ലെങ്കിലും ശാസ്ത്രീയ തെളിവുകൾ നിരത്തിയായിരുന്നു പ്രോസിക്യൂഷൻ വാദം. 96 സാക്ഷികളെ വിസ്തരിച്ചു. 100 കണക്കിന് CCTV ദൃശ്യങ്ങളടങ്ങിയ 12 പെൻഡ്രൈവുകളും 7 DVDകളും ഹാജരാക്കി. 222 രേഖകളും കോടതിയിൽ സമർപ്പിച്ചു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ M. സലാഹുദ്ദീനാണ് പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായത്. വിചാരണ വേളയിലാണ് ചെടിക്കടയിൽ അതിക്രമിച്ചു കയറിയ കുറ്റം പ്രതിക്കെതിരെ ചുമത്തിയിട്ടില്ലെന്ന് കണ്ടെത്തിയത്. ഇക്കാര്യം പ്രോസിക്യൂട്ടർ M. സലാഹുദ്ദീൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് ആ കുറ്റം കൂടി കോടതി പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ദ്വിഭാഷിയുടെ സഹായത്തോടെയാണ് പ്രതി വിചാരണ നേരിട്ടത്. 2022 ഫെബ്രുവരി 6 നെടുമങ്ങാട് സ്വദേശിനി വിനീത പേരൂർക്കട അമ്പലമുക്കിലെ ചെടിക്കടയിൽ കൊല്ലപ്പെട്ടത്. ചെടിക്കടയിലെ ജീവനക്കാരിയായിരുന്നു വിനീത. ഉച്ചയ്ക്കായിരുന്നു കൊലപാതകം. അതിക്രമം നടക്കുമ്പോൾ വിനീത മാത്രമേ കടയിലുണ്ടായിരുന്നുള്ളൂ. ആദ്യം പ്രതിയെക്കുറിച്ച് പോലീസിന് സൂചനകളുണ്ടായില്ല. 100 കണക്കിന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതി തമിഴ്നാട് സ്വദേശി രാജേന്ദ്രനാണെന്ന് പോലീസ് കണ്ടെത്തിയത്. തമിഴ്നാട്ടിലെ കാവൽക്കിണറിലെ ലോഡ്ജിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ പേരൂർക്കടയിലെ ചായക്കടയിൽ ജോലി ചെയ്യുകയായിരുന്നു. സ്വർണ്ണമാലയ്ക്ക് വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. മാത്രമല്ല, തമിഴ്നാട്ടിലെ ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ കേസിൽ തടവിലായിരുന്ന ഇയാൾ ജാമ്യമെടുത്ത് ഒളിച്ചു കടന്നാണ് തിരുവനന്തപുരത്തെത്തിയത്. സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന G. സ്പർജൻ കുമാറിന്റെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം. പേരൂർക്കട CI സജികുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടിച്ചത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.